നമ്മുടെ എക്സ്പെരിമെൻറ്റ് സ്റ്റെഫാൻ ബോൾസ്മാൻ അപ്പാരറ്റസ് ആണ്. ഇതിൽ നമുക്കിവിടെ ഇപ്പോൾ ഒരു ബോയിലർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻസുലേഷനാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു ഹെമിസ്ഫിയർ ഉണ്ട്. ഓക്കെ, ഇവിടെ 4 ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്: T1, T2, T3, T4. അതിൽ T1ഉം T2ഉം 1ഉം 2ഉം ഹെമിസ്ഫിയറിൻ്റെ ലെഫ്റ്റും റൈറ്റും സൈഡിലുള്ള ടെമ്പറേച്ചറാണ്. അതായത് ഇപ്പോൾ 1ഉം 2ഉം നോക്കുവാണെങ്കിൽ ഏകദേശം ഒരേപോലത്തെ ടെമ്പറേച്ചർ ആയിരിക്കും കാണിക്കേണ്ടത്. ഓക്കെ, ഏകദേശം ഒരുപോലെ വരും. ഓക്കെ, ഇനി അടുത്ത T3 എന്ന് പറയുന്നത് സ്പെസിമെൻ ടെമ്പറേച്ചറാണ്. സ്പെസിമെൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇതിനടിയിൽ നമുക്ക് ഇവിടെ ഒരു സംഭവം ഇരിക്കുന്നുണ്ടോ, അതിൻ്റെ ടെമ്പറേച്ചറാണ് സ്പെസിമെൻ ടെമ്പറേച്ചർ. അത് നമുക്ക് പറയാം. T4 എന്ന് പറയുന്നത് ഹോട്ട് വാട്ടർ ടെമ്പറേച്ചറാണ്. ഓക്കെ, അത് ഇതിനകത്ത് നമ്മൾ നിറയ്ക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് ഈ നോട്ടിങ്ങനെ ഇത് മാറ്റിയിട്ട് ഇതിനുള്ളിൽ വെള്ളം നിറയ്ക്കണം. ഇത് ഫുള്ള് നിറയുന്നവരെ, ഈ ഏകദേശം ഒരു 95% ഈ ടാങ്ക് നിറയുന്നവരെ വെള്ളം ഒഴിക്കുക, പച്ചവെള്ളം. ഓക്കെ, ഒഴിച്ച ശേഷം നമ്മൾ എന്തെന്ന് വെച്ചാൽ ബോയിലർ ഓണാക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഈ സ്വിച്ച് ഓണാക്കുക. ഇതിപ്പോൾ ഓഫായിട്ടിരിക്കുക. ഇത് താഴോട്ടാക്കുവാണെങ്കിൽ ഇത് ഓണാവും. ഓക്കെ, താഴോട്ടാക്കി ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ടെമ്പറേച്ചർ കൂടും. നമുക്ക് ഇതിൽ T4 നോബിലോട്ട് എത്തിക്കണം. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് മൈനസ് വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ നോബിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നാണ്. നിങ്ങൾ ജസ്റ്റ് പയ്യൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ശരിയായിക്കോളും. T4 നോക്കുമ്പോഴത്തേക്കും ഇത് ഈ ടാങ്കിനകത്തുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും കാണിക്കുക. അത് 80 ഡിഗ്രി സെൽഷ്യസ് കോൺസ്റ്റൻ്റ് ആവണം. ഓക്കെ, 80 ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് നോക്കുക, 80 ഡിഗ്രി കോൺസ്റ്റൻ്റ് ആകുന്നവരെ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏകദേശം 80 തന്നെ നിർത്തിക്കുക എന്നുള്ളതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ 80 ഡിഗ്രി സെൽഷ്യസ് നിർത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഈ ഹെമിസ്ഫിയറിന് ചുറ്റുമുള്ള വെള്ളം എന്താവണം, 80 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഈ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് ഫില്ലാവണം. അതാണ് നമ്മുടെ ഒരു എക്സ്പെരിമെൻറ്റ്. ഓക്കെ, നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഡ്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 2 നോബുണ്ട്. ഇത് ഡ്രെയിൻ എന്ന് പറയുന്ന നോബാണ്. ഈ നോബ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നുള്ളതും ഉള്ള വെള്ളം മുഴുവനായിട്ട് ഇതുവഴി പുറത്തേക്ക് കളയും. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള ഓൾറെഡി ഈ ഹെമിസ്ഫിയറിന് ചുറ്റുമുള്ള വെള്ളം എന്ത് ചെയ്യണം, ഡ്രെയിൻ ചെയ്ത് കളയണം. ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം ആണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഈ നോബ് പിടിച്ചിരിക്കുമ്പോൾ ഇത് ഓണാവും. അപ്പോൾ ഇതിനകത്തുള്ള 80 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞിട്ടാണ് ഈ നോബ് തിരിക്കുക ഓണാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളം ഈ ഹെമിസ്ഫിയറിന് ചുറ്റും നിറയാൻ തുടങ്ങും. നിറഞ്ഞു തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വെച്ചാൽ നിറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഓക്കെ, ആ സമയത്ത് ഡ്രെയിൻ എന്നുള്ള സാധനം എന്ത് ചെയ്തിരിക്കണം, ഓഫാക്കിയിട്ടേക്കണം. ഓക്കെ, ഡ്രെയിൻ എന്നുള്ളത് ഓഫാക്കിയിട്ടേക്കണം. എന്നിട്ട് ഡ്രെയിൻ ഓണാക്കിയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹെമിസ്ഫിയറിൻ്റെ ഈ താഴെയുള്ള വെള്ളം വരെ ഇതുവഴി അങ്ങ് പോയി കളയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എക്സ്പെരിമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പാണ് ഇത് ഡ്രെയിൻ ചെയ്യേണ്ടത്. തുടങ്ങി കഴിഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്തോ ചെയ്യേണ്ടതെന്നുള്ളത്, ഇവിടെ ഇതിനകത്ത് വെള്ളം നിറയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോ ആകുമ്പോൾ എന്ത് പറ്റും, ഈ ഇതുവഴി ഈ ട്യൂബ് വഴി ഇങ്ങനെ വെള്ളം പുറത്തേക്ക് വരണം. അത് വരാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇപ്പോൾ ഇത് ഓഫായിരിക്കുവാണെങ്കിൽ ഇത് ഓണാക്കി വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ട്യൂബിൽ നിന്ന് എപ്പോഴാണോ വെള്ളം വന്ന് തുടങ്ങുന്നത് അപ്പോൾ ഇത് ഓവർഫ്ലോ ആയെന്നാണ് അർത്ഥം. ഓക്കെ, അതിൻ്റെ അർത്ഥം ഈ ഹെമിസ്ഫിയറിന് ചുറ്റും 80 ഡിഗ്രി സെൽഷ്യസ് വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളം വരേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ ഈ നോബും മുഴുവൻ നോബുകളും ഓഫാക്കി വയ്ക്കുക. ഓക്കെ, എല്ലാ നോബുകളും ഓഫാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ T1ഉം T2 ഹെമിസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നിറഞ്ഞല്ലോ, ഇത് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ എത്ര ടെമ്പറേച്ചർ ആയി, ഐ മീൻ T1ഉം T2 ഏകദേശം ഒന്ന് കോൺസ്റ്റൻ്റ് ആവും, ഹെമിസ്ഫിയർ ഒന്ന് ചൂടാവുമല്ലോ. ഓക്കെ, അപ്പോൾ T1ഉം T2ൻ്റെ വാല്യൂ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ T3 വാല്യൂ ആണ് നമ്മളിനി ഫുൾ നോട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സംഭവം, ഇതിങ്ങനെ പയ്യെ തിരിക്കുമ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ കിട്ടും, ദൂരി എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. ഇതാണ് ഇവിടെ കിട്ടുന്ന ടെമ്പറേച്ചറാണ് അവിടെ T3 ആയിട്ട് എഴുതി കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന ടെമ്പറേച്ചറാണ് T3 ആയിട്ട് എഴുതി കാണിക്കുന്നത്. ഓക്കെ, നമ്മളെന്ത് ചെയ്ത് വെച്ചാൽ ഈ എക്സ്പെരിമെൻറ്റ് തുടങ്ങുമ്പോൾ നമ്മളിത് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് വെക്കും. ഓക്കെ, വെച്ച് കഴിഞ്ഞ് ഓരോ 10 സെക്കൻഡ് കൂടുമ്പോഴും നമ്മൾ പെട്ടെന്ന് വാല്യൂ എടുത്തിട്ട് പോകും. ഇപ്പോൾ നമ്മളിത് ആദ്യം വെക്കുമ്പോൾ 30 ഡിഗ്രി ആയിരിക്കും, 10 സെക്കൻഡ് കഴിയുമ്പോൾ 31 ആവും, 20 സെക്കൻഡ് ആകുമ്പോൾ 31.4 ആവും, അങ്ങനെ 60 സെക്കൻഡ് വരെ ഒരു 6 വാല്യൂ എടുക്കണം. ഓക്കെ, അതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. അങ്ങനെ 60 സെക്കൻഡ് വരെയുള്ള ഓരോ 10 സെക്കൻഡ് ഇടവിട്ട് ഓരോ വാല്യൂ എടുത്ത് 6 7 വാല്യൂ എടുത്ത് നോക്കുക. ഓക്കെ, 6 7 വാല്യൂ എടുക്കുക. എന്നിട്ട് നമുക്കെല്ലാം ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ബോയിലർ ഓഫാക്കാൻ മറക്കല്ലേ.